കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 മാർച്ച് 31 ഞായറാഴ്ച. ഞാൻ PT നാസർ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. കാസർകോട്ടെ റിയാസ് മൗലവിയെ കഴുത്തറുത്തു കൊന്ന കേസിലെ പ്രതികളായ RSSകാരെ കോടതി വെറുതെ വിട്ട വാർത്തയും എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ആ വാർത്തയിൽ നിന്ന് ആരംഭിക്കാം. മാധ്യമത്തിൽ നിന്നാണ് വായിക്കുന്നത്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് പ്രോസിക്യൂഷൻ. കാസർകോട് ചൂരിയിലെ മദ്രസാധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകരായ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കെളുകുഠെ അയ്യപ്പനഗർ ഭജനമന്ദിരത്തിന് സമീപത്തെ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ കുറ്റവിമുക്തനാക്കി വിധി പ്രസ്താവിച്ചത്. രാവിലെ കോടതി ആരംഭിച്ച ഉടൻ കേസ് പരിഗണിച്ച ശേഷം എല്ലാവരെയും കുറ്റമുക്തരാക്കുന്നു എന്ന ഒറ്റ വരിയിൽ പ്രതികളെ വെറുതെ വിട്ട് അടുത്ത കേസെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. വിധി കേട്ട 1-ാം പ്രതി തൊഴുതുകൊണ്ട് നന്ദി അറിയിച്ചു. DNA തെളിവുൾപ്പെടെ 100ഓളം തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികളെ വെറുതെ വിട്ടത് നിരാശാജനകമാണെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഇത് നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത് എന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ ഭാഗം അഡ്വക്കേറ്റ് T. ഷാജിത്ത് കേസിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നറിയിച്ചു. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട മൗലവിയുടെ കുടുംബവും നാട്ടുകാരും കുടകിൽ നിന്ന് എത്തിയിരുന്നു. പോലീസിൻ്റെ സായുധ വിഭാഗം കോടതി വളപ്പിൽ നിലയുറപ്പിച്ചിരുന്നു. കനത്ത സുരക്ഷയിലാണ് വിധി പുറപ്പെടുവിച്ചത്. വിധി കേട്ട് മൗലവിയുടെ കുടുംബം കോടതി മുറ്റത്ത് പൊട്ടിക്കരഞ്ഞു. 2017 മാർച്ച് 20 പുലർച്ചെയാണ് റിയാസ് മൗലവിയെ RSS സംഘം പള്ളിയിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കൊല നടന്ന് 3-ാം നാൾ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതികൾ 7 വർഷം ജയിലിൽ കഴിഞ്ഞു. 8 ജഡ്ജിമാർ ഇടപെട്ട കേസിൽ വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ചിരുന്നു. 4-ാം തവണയാണ് വിധി പ്രസ്താവം വന്നത്. DNA പരിശോധനാ ഫലമടക്കം 50-ലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. പ്രതിഭാഗത്തിന് വേണ്ടി D. സുനിൽകുമാർ ഹാജരായി. നീതി കിട്ടിയില്ല. റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധി കേൾക്കാൻ കർണാടക കുടക് സ്വദേശികളായ കുടുംബം രാവിലെ തന്നെ കോടതിയിലെത്തിയിരുന്നു. എന്നാൽ ഒറ്റ വരിയിലെ വിധി കേട്ട് മൗലവിയുടെ ഭാര്യ സൈദ കോടതിക്ക് പുറത്ത് വിങ്ങിപ്പൊട്ടി. മകൾ ഫാത്തിമത്ത് ഷബീബയും കൂടെ ഉണ്ടായിരുന്നു. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ നീതി കിട്ടിയില്ല, സൈദ പറഞ്ഞു. നിലവാരമില്ലാത്ത അന്വേഷണമെന്ന് വിധിന്യായം. കാസർഗോഡ് റിയാസ് മൗലവിയുടെ കൊലപാതകം വിദ്വേഷ കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് വിധിന്യായത്തിൽ പറഞ്ഞു. അന്വേഷണ സംഘത്തിനെതിരെ പ്രോസിക്യൂഷനും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിനെതിരെയും പ്രോസിക്യൂഷനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതിയുടെ വിധിന്യായം. നിലവാരമില്ലാത്ത അന്വേഷണമാണ് നടത്തിയത്. പ്രതികൾക്ക് RSSുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായിട്ടില്ല. മുസ്ലിം സമുദായത്തോട് ശത്രുതയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇതും തെളിഞ്ഞിട്ടില്ല. റിയാസ് മൗലവിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഫോണോ മെമ്മറി കാർഡോ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. മരണത്തിന് മുമ്പ് അദ്ദേഹം ആരൊക്കെയായി ഇടപഴകിയെന്നും അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം ഏകപക്ഷീയമായിരുന്നുവെന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തലും വിധിന്യായത്തിലുണ്ട്. തുടരുന്നു ഏജൻസി വേട്ട. ഇതാണ് കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചു പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിനെതിരെ ഉള്ള വാർത്തയ്ക്ക് ഇന്ന് മാധ്യമം നൽകിയ തലക്കെട്ട്. തുടരുന്നു ഏജൻസി വേട്ട എന്ന പൊതുതലക്കെട്ടിന് കീഴിൽ കോൺഗ്രസിനെതിരെ വീണ്ടും നികുതി ഭീകരത, സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമെന്ന് കോൺഗ്രസ് CPIക്കും നോട്ടീസ്. ഹസനുൽ ബന്നയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1800 കോടി രൂപയുടെ ആദായ നികുതി നോട്ടീസിന് പിന്നാലെ 2 ആദായ നികുതി നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നികുതി ഭീകരതാണിതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 നോട്ടീസുകൾ കൂടി നൽകിയത്. തനിക്ക് വ്യക്തിപരമായി മറ്റൊരു നോട്ടീസ് കൂടി ലഭിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് DK ശിവകുമാറും വ്യക്തമാക്കി.
ആദായ നികുതി വകുപ്പിൻ്റെ നികുതി പുനർനിർണയത്തിനെതിരായ കോൺഗ്രസ് ഹർജികൾ ഡൽഹി ഹൈക്കോടതി തള്ളിയ ഉടൻ 2017, 18, 2020, 2021 വരെയുള്ള പിഴയും പലിശയുമായി 1823.08 കോടി രൂപ അടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച നൽകിയ ഈ നോട്ടീസിന് പുറമെ രാത്രിയോടെ 2 നോട്ടീസുകൾ കൂടി അയക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന് നേരെ നടക്കുന്ന ഇത് നികുതി ഭീകരതയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് പക്ഷാഘാതം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. ഇതിനകം തീർപ്പാക്കി കഴിഞ്ഞ ഒരാദായ നികുതി കണക്കുമായി ബന്ധപ്പെട്ട് തനിക്ക് നോട്ടീസ് ലഭിച്ചത് ഞെട്ടിച്ചുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാർ പറഞ്ഞു. കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും BJP ഭയക്കുന്നത് കൊണ്ടാണിതെന്ന് ശിവകുമാർ ആരോപിച്ചു. കോൺഗ്രസിന് കോടികൾ പിഴ ചുമത്തിയ ആദായ നികുതി വകുപ്പ് BJP നടത്തിയ 42 കോടിയുടെ നികുതി ലംഘനത്തിൽ തൊടുന്നില്ലെന്ന് കണക്ക് നിരത്തി കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് പിഴ കണക്കാക്കി അനുപാതം വെച്ച് 4600 കോടി രൂപ BJPയിൽ നിന്ന് പിഴ ഈടാക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസിന് പുറമെ CPI, തൃണമൂൽ കോൺഗ്രസ് എന്നീ ഇന്ത്യ കക്ഷികൾക്കും നോട്ടീസ് ലഭിച്ചു. പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്തതിന് CPIക്ക് 11 കോടി രൂപയുടെ നോട്ടീസ് ലഭിച്ചു. തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP സാകേത് ഗോഖലെയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ 11 ആദായ നികുതി നോട്ടീസുകൾ ലഭിച്ചു. ആദായ നികുതി വകുപ്പിൻ്റെ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് ദേശവ്യാപക പ്രക്ഷോഭം നടത്തിയിരുന്നു. ആപ്പിനെ വിടാതെ ED മറ്റൊരു മന്ത്രിയെ ചോദ്യം ചെയ്തു. ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ വിടാതെ പിന്തുടർന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവും ഗതാഗത മന്ത്രിയുമായ കൈലേഷ് ഗെഹ്ലോട്ടിനെ ED ശനിയാഴ്ച ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് ED വെള്ളിയാഴ്ചയാണ് സമൻസ് നൽകിയത്. 5 മണിക്കൂറാണ് ഗെഹ്ലോട്ടിനെ ചോദ്യം ചെയ്തത്. കേസിനാസ്പദമായ പഴയ മദ്യനയത്തിൻ്റെ കരട് തയ്യാറാക്കിയ പാനലിൽ അംഗമായിരുന്നു ഗെഹ്ലോട്ട്. മദ്യനയത്തിൻ്റെ കരട് സൗത്ത് ഗ്രൂപ്പിന് മന്ത്രി ചോർത്തിയെന്ന് EDയുടെ ആരോപണം. മദ്യനയം തയ്യാറാക്കുന്ന സമയത്ത് കൈലാഷ് ഗെഹ്ലോട്ട് കേസിലെ പ്രതിയും പാർട്ടിയുടെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ കേസ് ഇൻചാർജുമായ വിജയ് നായർക്ക് തൻ്റെ ഔദ്യോഗിക വസതി ഉപയോഗിക്കാൻ നൽകിയെന്നും ED പറയുന്നു. ഗെഹ്ലോട്ട് തൻ്റെ മൊബൈൽ നമ്പറുകൾ ആവർത്തിച്ച് മാറ്റിയതായി ED നേരത്തെ ആരോപിച്ചിരുന്നു. കേസിൽ കെജ്രിവാളിന് പുറമെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാ MP സഞ്ജയ് സിംഗ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിലുള്ള മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിനിനെതിരെ അടുത്ത കുരുക്കായി CBI നടപടി ആരംഭിച്ചു. ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് സുകേഷ് ചന്ദ്രശേഖരനായി 10 കോടി രൂപ സത്യേന്ദ്ര ജെയിൻ വ്യക്തിപരമായും കൂട്ടാളികൾ വഴിയും 2018-21 കാലയളവിൽ തട്ടിയെടുത്തുവെന്ന ആരോപണത്തിലാണ് പുതിയ നടപടി. ഇതിനിടയിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു പ്രതീക്ഷിക്കുന്നതായി UN പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയും ജർമ്മനിയും പ്രതികരണവുമായി എത്തിയിരുന്നു. ന്യൂഡൽഹി അമേരിക്കയ്ക്കും ജർമ്മനിക്കും പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലും കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയത്തിലും പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭയും. ഇന്ത്യയിൽ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിൻ്റെ വക്താവ് സ്റ്റെഫാൻ ദുജാറിക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സംവിധാനമുള്ള മറ്റേതൊരു രാജ്യത്തെയും പോലെ ഇന്ത്യയിലും രാഷ്ട്രീയവും പൗരാവകാശങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും സ്വതന്ത്രവും നീതിയുക്തമായ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ വിഷയത്തിൽ അമേരിക്ക വീണ്ടും പ്രതികരിച്ചതിന് പിന്നാലെയാണ് UNൻ്റെ അഭിപ്രായം വരുന്നത്. കെജ്രിവാളിൻ്റെ അറസ്റ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുന്ന തരത്തിൽ ആദായ നികുതി വകുപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങളും ഞങ്ങൾക്കറിയാം. പ്രശ്നപരിഹാരത്തിന് ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ ആവർത്തിക്കുകയുണ്ടായി. ഇതിനൊക്കെ ഇടയിൽ കേരളത്തിലും സ്വർണ്ണവില 1,00,000 കടന്നിരിക്കുകയാണ്. മാധ്യമത്തിൽ നിന്ന് ആ വാർത്ത കൂടി നോക്കാം. കൊച്ചി വൻ കുതിപ്പ് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 1,00,000 കടന്നു. ശനിയാഴ്ച സ്വർണം പവന് 50,200 രൂപയും ഗ്രാമിന് 6,275 രൂപയുമാണ് വില. വെള്ളിയാഴ്ച പവന് സർവകാല റെക്കോർഡായ 50,400 രൂപയും ഗ്രാമിന് 6,300 രൂപയും എത്തിയിരുന്നു.
ശനിയാഴ്ച പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയും കുറയുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ വില പരിശോധിച്ചാൽ ഒരു പവനിൽ 30,000-ഓളം രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 2015 അന്താരാഷ്ട്ര സ്വർണ്ണവില $1,300 പവൻ വില 21,200 രൂപയിലും ഗ്രാം വില 2,650 രൂപയിലുമായിരുന്നു. ഇന്നത് $2,234 ഒരു പവൻ 50,400 രൂപയിലും ഒരു ഗ്രാമിന് 6,300 രൂപയിലും എത്തി. ഒരു പവൻ ആഭരണമായി ഇന്ന് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, നികുതി, ഹാൾമാർക്കിംഗ് നിരക്ക് ഉൾപ്പെടെ 54,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അമേരിക്ക ഏറ്റവും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. കേരളത്തിൽ 49,000, 5,001 രൂപ നിരക്കിൽ വൻ വില വരും ദിവസങ്ങളിൽ ചാഞ്ചാടാനുള്ള സാധ്യതയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മാർച്ച് 1 രേഖപ്പെടുത്തിയ ഗ്രാമിന് 5,790 രൂപയും പവന് 46,320 രൂപയുമായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില. മാർച്ച് 21 സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് തുടങ്ങിയത്. സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ പ്രതി അറസ്റ്റിൽ. കണ്ണൂരിൽ നിന്നാണ് ഈ വാർത്ത. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. കണ്ണൂർ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസവസ്തു ഒഴിച്ച് വികൃതമാക്കിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ചാല പടിഞ്ഞാറേക്കര സ്വദേശി ഷാജി അണയാട്ടിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് കുപ്പിയും മറ്റും പെറുക്കുന്നയാളാണ് ഷാജി. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറഞ്ഞു. കുപ്പിയിൽ ബാക്കിയായ ശീതളപാനീയമാണ് സ്തൂപങ്ങളിലും ഫോട്ടോകളിലും ഒഴിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ACP CB ടോം, ടൗൺ ഇൻസ്പെക്ടർ KC സുഭാഷ് ബാബു എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെയാണ് പയ്യാമ്പലത്ത് മുൻ മുഖ്യമന്ത്രി EK നായനാർ, സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ എന്നീ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ അജ്ഞാതൻ വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയത്. നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് സ്തൂപങ്ങളിലും ചിത്രങ്ങളിലുമാണ് രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കിയത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗ്രാനൈറ്റിൽ ചേർത്ത ചിത്രം പൂർണ്ണമായും വികൃതമാക്കിയിരുന്നു. കരിയോയിൽ പോലുള്ള രാസവസ്തുവാണ് ഒഴിച്ചിരുന്നതെന്നായിരുന്നു സംശയം. പയ്യാമ്പലത്ത് നിന്ന് ലായനി കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന ഒരു കുപ്പി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്ന് ഫോറൻസിക് വിഭാഗം സാമ്പിൾ ശേഖരിച്ചിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ CPM സ്മൃതി കുടീരങ്ങൾക്കെതിരായ അക്രമമുണ്ടായത് പോലീസ് ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. മുക്താർ അൻസാരിയുടെ മരണം ഹൃദയാഘാതം മൂലമെന്ന റിപ്പോർട്ട്. ഈ വാർത്ത മലയാള മനോരമയിൽ നിന്ന് വായിക്കാം. മൃതദേഹം കനത്ത സുരക്ഷയോടെ സംസ്കരിച്ചു. ലക്നൗ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം മരിച്ച മുൻ MLAയും ഗുണ്ടാ തലവനുമായ മുക്താർ അൻസാരിയുടെ 63 വയസ്സാണ്. മൃതദേഹം കനത്ത സുരക്ഷയിൽ സംസ്കരിച്ചു. ഗാസിപുരയിലെ വീടിന് സമീപമുള്ള കാളിബാഗ് കുടുംബ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. വ്യാഴാഴ്ച രാത്രി ജയിലിൽ നിന്ന് അബോധാവസ്ഥയിൽ ബന്തയിലെ റാണി ദുർഗാവതി മെഡിക്കൽ കോളേജിലെത്തിച്ച അൻസാരി അല്പസമയത്തിനുള്ളിൽ മരിച്ചു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷം നൽകി കൊന്നുവെന്ന് കുടുംബം ആരോപിച്ചതിനെ തുടർന്ന് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ മൃതദേഹം വീട്ടിലെത്തി. ശ്മശാനത്തിലേക്കുള്ള വിലാപയാത്രയിൽ വൻ ജനാവലി പങ്കെടുത്തു. മൂത്ത സഹോദരനും MP-യുമായ അഫ്സൽ അൻസാരി, മറ്റൊരു സഹോദരനും മുൻ MLAയുമായ സിബ്ഗത്തുള്ള അൻസാരി, മകൻ ഒമർ അൻസാരി, സഹോദരി പുത്രിയും MLAയുമായ സുഹൈബ് അൻസാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കാസിഗഞ്ച് ജയിലിൽ കഴിയുന്ന മുക്താർ അൻസാരിയുടെ മൂത്ത മകനും MLAയുമായ അബ്ബാസ് അൻസാരി ചടങ്ങിൽ പങ്കെടുത്തില്ല. അൻസാരിയുടെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ബന്ദ, മൗ, ഗസിപൂർ, വാരാണസി എന്നിവിടങ്ങളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജയിലിൽ വെച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് മുക്താർ അൻസാരിയെ കൊന്നതെന്ന് സഹോദരൻ അഫ്സൽ ആരോപിച്ചു. മുൻപും വിഷം നൽകാൻ ശ്രമിച്ചിരുന്നു. ഇക്കാര്യം അൻസാരിയുടെ അഭിഭാഷകൻ ഈ മാസം ആദ്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ 19 പുലർച്ചെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൻസാരിയെ 14 മണിക്കൂറിന് ശേഷം ഡിസ്ചാർജ് ചെയ്തുവെന്നും പിന്നീട് രാത്രി 8:45 ശുചിമുറിയിൽ വീഴുകയായിരുന്നുവെന്നും ജയിൽ വകുപ്പ് അറിയിച്ചു. ഇതേസമയം കുടുംബത്തിൻ്റെ ആരോപണത്തെപ്പറ്റി സമഗ്രാന്വേഷണം വേണമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, AICC AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി, ബഹുജൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷ മായാവതി എന്നിവർ ആവശ്യപ്പെട്ടു.
മൗ സീറ്റിൽ നിന്ന് 5 തവണ MLA ആയിട്ടുള്ള മുക്തർ അൻസാരി 15 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 60-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പഞ്ചാബ്, UP സംസ്ഥാനങ്ങളിലെ ജയിലുകളിലായി 2005 മുതൽ ശിക്ഷയനുഭവിക്കുന്നു. തെളിവ് നശിപ്പിച്ചതിന് പ്രതിയുടെ ഭാര്യയും അറസ്റ്റിൽ. അത് നമ്മുടെ പേരാമ്പ്രയിലെ അനു വധക്കേസിലാണ്. മാതൃഭൂമിയിൽ നിന്ന് ആ വാർത്ത നോക്കാം. വാളൂരിലെ അനുവിൻ്റെ കൊലപാതക കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രതി മുജീബ് റഹ്മാൻ്റെ ഭാര്യയെയും പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി ചെറുപറമ്പ് കോളനി കാവുങ്കൽ നമ്പിലത്ത് വീട്ടിൽ റവീനയാണ് അറസ്റ്റിലായത്. പേരാമ്പ്ര മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത റബീനയെ മാനന്തവാടി വനിതാ സബ് ജയിലിലേക്ക് അയച്ചു. പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് റബീനയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി വ്യക്തമായത്. കൊല്ലപ്പെട്ട അനുവിൻ്റെ സ്വർണ്ണം മുജീബ് റഹ്മാൻ മോഷ്ടിച്ച് കൊണ്ടോട്ടിയിലെ കടയിൽ വിൽപ്പന നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ച പണം റബീനയ്ക്ക് നൽകുകയായിരുന്നു. സ്വർണ്ണം വിറ്റ് 1,43,000 രൂപയാണ് മുജീബിന് കിട്ടിയത്. പണം ഉപയോഗിച്ച് കാർ വാങ്ങാൻ ഇരുവരും ശ്രമിച്ചെന്നാണ് വിവരം. മുജീബ് അറസ്റ്റിലായതോടെ ഇക്കാര്യം നടന്നില്ല. തുക റബീന കൂട്ടുകാരിക്ക് സൂക്ഷിക്കാൻ കൈമാറി. ഈ തുക പോലീസ് കണ്ടെടുത്തു. അനുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് റബീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പണം കിട്ടിയ വഴി ഭാര്യയോട് പ്രതി വെളിപ്പെടുത്തുകയും ചെയ്തു. 11-നാണ് അനു കൊല്ലപ്പെട്ടത്. 16-ന് മുജീബ് റഹ്മാൻ അറസ്റ്റ് ചെയ്തു. മുജീബിനെ പോലീസ് പിടികൂടാൻ വീട്ടിലെത്തിയപ്പോൾ പ്രതി കൊലപാതക സമയത്ത് ധരിച്ച വസ്ത്രം കത്തിക്കാൻ റബീനെ ശ്രമിച്ചിരുന്നു. സ്വർണം വിറ്റ പണം ചീട്ടുകളിക്കായി ഉപയോഗിച്ചുവെന്നാണ് പിടിയിലായപ്പോൾ ആദ്യം മുജീബ് പോലീസിനോട് പറഞ്ഞിരുന്നത്. രണ്ടാമതും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണം വിറ്റ പണം ഭാര്യയ്ക്ക് നൽകിയതായി വിവരം ലഭിച്ചത്. കസ്റ്റഡിയിൽ വാങ്ങിയ മുജീബ് റഹ്മാനെ കഴിഞ്ഞ ദിവസം പോലീസ് തിരികെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയച്ചു. യാത്രയയപ്പും സമ്മാന വിതരണവും സ്കൂളുകളിൽ പുതിയ വിവാദം. മാതൃഭൂമിയിൽ നിന്നാണിത്. ഒരുപക്ഷേ വിവാദം പ്രാദേശികമായിരിക്കാം. കൊണ്ടോട്ടിയിൽ നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെ. സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ചുരിദാർ, ഷർട്ട്, മുണ്ട്, വാച്ച്, ഡിന്നർ സെറ്റ്, ഗ്ലാസ് സെറ്റ്, അലങ്കാര ചിത്രങ്ങൾ വിവാഹത്തിനോ വീട് താമസത്തിനോ സമ്മാനമായി നൽകുന്ന വസ്തുക്കളുടെ വിവരണമല്ല. അധ്യയന വർഷ അവസാന ദിവസത്തിൽ യാത്രയയപ്പെന്ന പേരിൽ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നൽകിയ സമ്മാനങ്ങളിൽ ചിലതാണിത്. അധ്യയന വർഷത്തിൽ അവസാന ദിവസം അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ സമ്മാനങ്ങൾ നൽകുന്ന കീഴ്വഴക്കം അതിവേഗം പടരുകയാണ്. ഒരു വിഭാഗം രക്ഷിതാക്കൾക്ക് ഇതിൽ അമർഷവുമുണ്ട്. ഫോട്ടോ പതിപ്പിച്ച കേക്ക് മുറിക്കൽ, അധ്യാപകരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നൽകൽ, അപ്രതീക്ഷിത സമ്മാനം നൽകൽ എന്നിങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പോലും യാത്രയയപ്പ് കളർഫുൾ ആക്കുകയാണ്. അതേസമയം തന്നെ അധ്യാപകർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുള്ള യാത്രയയപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സമ്മാനദാനത്തോടുള്ള വിയോജിപ്പ് അധ്യാപകർക്കിടയിലും ഉയരുന്നുണ്ട്. പുതിയ കീഴ്വഴക്കമനുസരിച്ച് 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സമ്മാനം നൽകേണ്ടി വരുന്നു. ക്ലാസ് ടീച്ചർ, പ്രഥമാധ്യാപകൻ, പ്രിയപ്പെട്ട അധ്യാപകർ എന്നിങ്ങനെ ഒരു വിദ്യാർത്ഥി പല അധ്യാപകർക്ക് സമ്മാനം നൽകുന്നു. നിരുപദ്രവമെന്ന് തോന്നാവുന്ന ഈ യാത്രയയപ്പും സമ്മാന വിതരണവും രക്ഷിതാക്കൾക്ക് സാമ്പത്തിക ബാധ്യതയോടൊപ്പം അസമത്വത്തിൻ്റെയും അപകർഷകതയുടെയും കൂടി വേദിയായി മാറുകയാണ്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ കഴിയാത്ത വിദ്യാർത്ഥികളെയാണ് ഏറെയും ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ ചില വിദ്യാർത്ഥികളെങ്കിലും മത്സരിക്കുകയും ചെയ്യുന്നു. അധ്യാപകർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അത് അവർക്കിടയിലും അസഹിഷ്ണുത വളർത്തുന്നു. ഈ സമ്മാന വിതരണ യജ്ഞം നിയമത്തിനെതിരാണ് എന്നൊരു പെട്ടിക്കോളം വാർത്തയും ഇതോടുകൂടി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങളും അധ്യാപകർ സമ്മാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാരിൻ്റെ മുൻകൂർ അനുവാദം കൂടാതെ അന്യരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മാനമോ പ്രതിഫലമോ പാരിതോഷികമോ പ്രത്യക്ഷമായോ പരോക്ഷമായോ തനിക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ സ്വീകരിക്കുകയോ അപ്രകാരം സ്വീകരിക്കാൻ തൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെയും അനുവദിക്കുകയോ പാടില്ല. അഭിനന്ദന സൂചകമായി പുഷ്പങ്ങളോ ഫലങ്ങളോ പോലുള്ള വില തുച്ഛമായ സാധനങ്ങളോ മറ്റൊരാളിൽ നിന്ന് അധ്യാപകൻ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇപ്രകാരമുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ എല്ലാ അധ്യാപകരും കഴിവതും യത്നിക്കേണ്ടതാണ് എന്നാണത്രേ ഇതു സംബന്ധിച്ച നിയമത്തിൽ പറയുന്നത്. സുഗന്ധഗിരി മരം കൊള്ള മുട്ടിലിനെ വെല്ലുന്നത് 2 വനം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വാർത്ത മനോരമയിൽ നിന്നാണ്. 126 വൻമരം മുറിച്ചത് 20ൻ്റെ പെർമിറ്റിൽ. കോഴിക്കോട് വയനാട് സുഗന്ധഗിരിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മരംമുറി നടന്ന സംഭവത്തിൽ 2 വനം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു.
സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. മുട്ടിൽ മരമുറിയെ വെല്ലുന്ന വനം കൊള്ളയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ. മുട്ടിലിൽ റവന്യൂ ഭൂമിയിലെ മരങ്ങളാണ് വെട്ടിക്കടത്തിയതെങ്കിൽ സുഗന്ധഗിരിയിൽ വനഭൂമിയിലെ തന്നെ മരങ്ങളാണ് കൊള്ളയടിച്ചത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ വയനാട് ജില്ലാ സെക്രട്ടറി കൂടിയായ കൽപ്പറ്റ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ചന്ദ്രൻ, ഇതേ സംഘടനയിൽ അംഗമായ ഫോറസ്റ്റ് വാച്ചർ ആർ ജോൺസൺ എന്നിവർക്കെതിരെയാണ് നടപടി. ചന്ദ്രനെ CCF ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും ജോൺസണെതിരെ നടപടി സ്വീകരിക്കാൻ CFOയെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. സംഘടനയിലെ അംഗങ്ങൾ കൂടിയായ മറ്റു ചില വനംവകുപ്പ് ജീവനക്കാർക്ക് മരമുറിയിൽ ബന്ധമുള്ളതായി സൂചനയുണ്ട്. ചെതലയം റേഞ്ച് ഓഫീസർ KP അബ്ദുൽ സമദിൻ്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘത്തെ തുടരന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. വീടുകൾക്ക് ഭീഷണിയായി 20 മരം മുറിക്കാൻ നൽകിയ പെർമിറ്റിൻ്റെ മറവിൽ 126 മരങ്ങൾ മുറിച്ചു കടത്തിയതായിട്ടാണ് ഇന്നലെ വരെ കണ്ടെത്തിയത്. മണ്ണിട്ട് മൂടിയതും കത്തിച്ചതും കത്തിച്ചതുമായ കൂടുതൽ മരക്കുറ്റികൾ ഓരോ ദിവസവും കണ്ടെത്തുകയായിരുന്നു. 30ഓളം ജീവനക്കാർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന പ്രദേശത്താണ് വനം കൊള്ള. 4 പേർ കൈകോർത്താൽ വരെ ചുറ്റത്താത്ത വണ്ണമുള്ള മരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സുഗന്ധഗിരിയിൽ ഭൂരഹിതരായ ആദിവാസികൾക്ക് 5 ഏക്കർ വീതം പതിച്ചു കൊടുക്കാൻ ഉപയോഗിച്ച 1086 ഹെക്ടറിലാണ് വനം കൊള്ള നടന്നത്. പതിച്ചു കൊടുത്തെങ്കിലും ഭൂമി ഇപ്പോഴും വനം വകുപ്പിൻ്റെ അധീനതയിലാണ്. കഴിഞ്ഞ ജനുവരി മാർച്ച് മാസങ്ങളിലായി 50ഓളം ലോഡ് മരങ്ങൾ ചുരമിറങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. ലക്കിടി ചെക്ക് പോസ്റ്റിൽ വേണ്ടത്ര പരിശോധനയില്ലാതെ മരങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചതും പരാതി കിട്ടിയിട്ടും ഫ്ലൈയിങ് സ്ക്വാഡ് അന്വേഷിക്കാതിരുന്നതും ദുരൂഹമാണ്. ഫെബ്രുവരി 27, 29 തീയതികളിൽ കൽപ്പറ്റ റേഞ്ചിൽ മരമുറിക്കെതിരെ 2 കേസുകൾ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷവും ഇതേ കരാറുകാരൻ ദിവസങ്ങളോളം മരങ്ങൾ കടത്തി എന്നാണ് വിവരം. കടത്താൻ ഉപയോഗിച്ചതായി അവകാശപ്പെടുന്ന ചെറിയ വാഹനത്തിൽ കൂറ്റൻ തടികഷ്ണങ്ങൾ കയറ്റാൻ സാധിക്കില്ലെന്നും വാഹനം മാറ്റിയതാണെന്നും വനംവകുപ്പ് ജീവനക്കാർ സൂചന നൽകുന്നുണ്ട്. വനഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ DFO ആണ് ലൈസൻസ് നൽകേണ്ടത്. ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ നിരീക്ഷണത്തിൽ വേണം മരം മുറിക്കാൻ. വീടിന് ഭീഷണിയായ മരം മുറിക്കാൻ 100 കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇതിൽ 20 അപേക്ഷകൾ അനുവദിച്ചതിൻ്റെ മറവിലാണ് ലക്ഷക്കണക്കിന് തുകയുടെ മരങ്ങൾ മുറിച്ചത്. നാളെ മുതൽ കേസുകൾക്ക് ഫീസ് കൂടും, ഭൂമിക്ക് പണയച്ചെലവും കൂടും. മനോരമയിൽ നിന്ന് ആ അറിയിപ്പ് കൂടി വായിക്കാം. റബ്ബർ താങ്ങുവില വർധനയും DA വർധനയും നാളെ മുതലാണ്. തിരുവനന്തപുരം സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി, ഫീസ് വർധനകളും ഇളവുകളും നാളെ പ്രാബല്യത്തിലാകും. സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഉള്ള തീരുവ യൂണിറ്റിന് 1.2 പൈസയിൽ നിന്ന് 15 പൈസയായി ഉയരും. ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഫീസ് കൂടും. ഭൂമി പണയം വെച്ച വായ്പ എടുക്കുന്നതിന് ചെലവ് കൂടും. റബ്ബറിൻ്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 180 രൂപയാകും. സർക്കാർ ജീവനക്കാർക്ക് DAയിലും പെൻഷൻകാർക്ക് DR-ലും 2% DA വർധന ഉണ്ടാകും. പാട്ടക്കരാറിന് ന്യായവില അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടും. ടൂറിസ്റ്റ് ബസ് നികുതി കുറയും. ദേശീയപാതയിൽ വാളയാർ പാമ്പാമ്പള്ളത്ത് കുതിരാൻ തുരങ്കത്തിന് സമീപം പന്നിയങ്കരയിലും ഇന്ന് രാത്രി മുതൽ ടോൾ നിരക്ക് കൂടും. ഗസ വെടിനിർത്തൽ അകലെ സ്ഥിതി രൂക്ഷം. ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകി US ഇരട്ടത്താപ്പ്. മനോരമയിൽ നിന്ന് തന്നെ ആ വാർത്ത കൂടി കേൾക്കാം. $250 കോടി യുദ്ധവിമാനങ്ങളും ബോംബുകളും നൽകും. ഗാസ 100 കണക്കിന് പലസ്തീൻകാരെ കൊന്നൊടുക്കി ഇസ്രായേൽ സൈനിക നടപടി തുടരുമ്പോൾ ഒരു വശത്ത് യുദ്ധത്തെ അപലപിച്ചും മറുവശത്ത് ആയുധ സഹായം കൂട്ടിയും US ഭരണകൂടത്തിൻ്റെ ഇരട്ടത്താപ്പ്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തവർ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ നഗരമായ റഫേൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ വാക്കാൽ തടയുന്ന US ഇന്നലെ $250 കോടി യുദ്ധവിമാനങ്ങളും ബോംബുകളും അടക്കമുള്ള സഹായ പാക്കേജിന് അംഗീകാരം നൽകി. 1000 അടി ചുറ്റളവിൽ കനത്ത നാശം വിതയ്ക്കുന്ന ബോംബുകൾ നേരത്തെയും US നൽകിയിട്ടുള്ളതാണെന്നതുൾപ്പെടെ വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് പത്രമാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. സഖ്യരാജ്യമായ ഇസ്രായേലിന് ഓരോ വർഷവും $380 കോടി പ്രതിരോധ സഹായമാണ് US നൽകി വരുന്നത്. റഫേലെ സൈനിക നടപടി സംബന്ധിച്ച അഭിപ്രായ ഭിന്നത മൂലവും UN-ലെ വോട്ടെടുപ്പിൽ നിന്ന് US വിട്ടുനിന്നതിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അല്പം മോശമായെങ്കിലും ബൈഡൻ ഭരണകൂടം ആയുധ സഹായം തുടരുകയാണ്. ബെർണി സാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. ഇതിനിടെ ഗസയിലേക്ക് 400 ടൺ ഭക്ഷണവുമായുള്ള കപ്പൽ സൈപ്രസ് തീരത്ത് നിന്ന് പുറപ്പെട്ടു. നേരത്തെ കപ്പലിൽ 200 ടൺ ഭക്ഷണം എത്തിച്ചിരുന്നു. പൊതു ഇടത്തെ ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് മംഗളം പത്രത്തിലാണ് കണ്ടത്.
ന്യൂഡൽഹി. പൊതുസ്ഥലങ്ങളിലെ USB മൊബൈൽ ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. വിമാനത്താവളങ്ങൾ, കഫേകൾ, ഹോട്ടലുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്നാണ് മുന്നറിയിപ്പ്. IT മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. പൊതുസ്ഥലങ്ങളിലെ ഇത്തരം USB മൊബൈൽ ഫോൺ ചാർജിംഗ് പോർട്ടുകൾ സൈബർ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. USB ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് രീതിയെ ജ്യൂസ് ജാക്കിംഗ് എന്നാണ് സൈബർ വിദഗ്ധർ വിളിക്കുന്നത്. വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാനും ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ, ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും സൈബർ ക്രിമിനലുകൾ പൊതുസ്ഥലങ്ങളിലെ മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതേ തുടർന്ന് ഇത്തരം ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്ന് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മുന്നറിയിപ്പ് നൽകിയത്. ഫോൺ സുരക്ഷിതമായിരിക്കാൻ യാത്രകളിൽ പവർ ബാങ്കുകൾ, സ്വന്തം USB കേബിളുകൾ എന്നിവ കയ്യിൽ കരുതുക. അപരിചിതമായ ഉപകരണങ്ങളുമായി മൊബൈൽ ഫോണുകൾ കണക്ട് ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യുക. ഫോൺ ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ www.cybercrime.gov.in എന്ന സൈറ്റിലോ 1930 എന്ന നമ്പറിലോ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വെള്ളക്കരവും കൂടിയേക്കും എന്ന് കേരള കൗമുദി പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആർ സുമേഷാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുടിവെള്ളക്കരം പ്രതിവർഷം 5% വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്ര നിബന്ധന നടപ്പിലാക്കിയാൽ നാളെ മുതൽ വിവിധ സ്ലാബുകളിലുള്ള ബില്ലുകളിൽ ₹3.60 മുതൽ ₹60 വരെ വർധനവുണ്ടാവും. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രം മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ ഒന്നാണിത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഫലം പ്രഖ്യാപിക്കുന്ന ജൂൺ 4 വരെ വർധന നടപ്പാക്കാതിരിക്കാനും ആലോചനയുണ്ട്. ഗാർഹികേതര വ്യവസായ കണക്ഷനുകൾ, ടാങ്കർ ലോറികൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതു ടാപ്പുകൾ അടക്കം എല്ലാ വിഭാഗത്തിലും വർധനയുണ്ടാകും. ഗാർഹികേതര ഫിക്സഡ് നിരക്കും സീവേജ് നിരക്കും വർദ്ധിക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വെള്ളക്കരം കിലോ ലിറ്ററിന് ₹10 കൂട്ടിയത് നടപ്പാക്കിയിട്ടില്ല. ഗവർണർമാർ ഭരണഘടന അനുസരിക്കണം എന്ന് സുപ്രീം കോടതി ജഡ്ജി BV നാഗരത്ന തുറന്നടിച്ചിരിക്കുന്നു. ദേശാഭിമാനിയാണ് ന്യൂഡൽഹിയിൽ നിന്നുള്ള ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഗവർണർ ഭരണഘടന അനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജ്. ഭരണഘടന അനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്ന്, അവരോട് എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്നൊക്കെ കോടതികൾ ഉത്തരവിടേണ്ടി വരുന്നത് പരിഹാസ്യമായ അവസ്ഥയാണെന്നും ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞു. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തന്നെ കോടതി വ്യവഹാരത്തിനുള്ള കാരണമായി മാറുന്നത് ഒരു പതിവായി. അംഗീകാരം നൽകേണ്ട ബില്ലുകൾക്ക് അവർ അംഗീകാരം നൽകുന്നില്ല. അംഗീകാരം നൽകേണ്ട ബില്ലുകൾക്ക് അവർ അംഗീകാരം നൽകാത്തതോ അവർ സ്വീകരിക്കുന്ന മറ്റു നടപടികളോ കേസിന് കാരണമായിത്തീരുന്നു. ഭരണഘടന പ്രകാരം ഇതൊരു മോശം പ്രവണതയാണ് എന്ന് പറയേണ്ടി വരും. ഗവർണർമാർ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇത്തരം കേസുകളുടെ എണ്ണം കുറയും. ഗവർണർമാർ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത് എന്നെല്ലാം നിർദ്ദേശിക്കേണ്ടി വരുന്നത് പരിഹാസ്യമായ അവസ്ഥയാണെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.